പോലീസിന്റെ ഒരു അബദ്ധം അപ്പോൾ തന്നെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ക്രിമിനൽ ബുദ്ധിയാണ് പ്രവർത്തിച്ചത്. മദ്യപിച്ച് ഇയാൾ അലമ്പുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്, അവിടെ ഇട്ട് മർദ്ദിക്കുന്നത്, കർണപുടം അടിച്ച് പൊളിക്കുന്നത്, മാത്രമല്ല ഏമാതിരി ഇടിയാണ് ഇടിക്കുന്നതെന്ന് കണ്ടില്ലേ. അപ്പോൾ അത്രയും ക്രൂരമായി ഇവർ പെരുമാറിയതിന് ശേഷം ഇങ്ങനെയാണ് എഴുതി വെച്ചത് FIR. അതായത് മദ്യപിച്ച് അലമ്പുണ്ടാക്കിയാണ് ഇയാൾ പിടിച്ചുകൊണ്ട് വന്നത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ ഒറ്റ കുഴപ്പം, അതിനു മുമ്പ് തന്നെ ഇയാൾ ആവശ്യപ്പെട്ടു എന്നെ മദ്യപിച്ചോ എന്നുള്ളത് പരിശോധിക്കണം. ഇയാൾ രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് ആ കാര്യത്തിൽ വിവരം ഉള്ളതുകൊണ്ട് ഇയാൾ പരിശോധന ആവശ്യപ്പെട്ടു. മെഡിക്കൽ പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ല എന്നറിഞ്ഞു. മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ടും പോലീസിന്റെ FIR തമ്മിൽ ചേരുന്നില്ല എന്നുള്ളതുകൊണ്ട് അപ്പം തന്നെ ജാമ്യം അനുവദിച്ചു. ഈ മർദ്ദനത്തിന് ശേഷം പിന്നെ കർണപുടം ചികിത്സിക്കാൻ പോവുകയാണ് പുള്ളി ചെയ്തത്. പിന്നെ അതിനൊപ്പം ഈ നിയമ പോരാട്ടത്തിലും, അതായത് ആ FIR തന്നെ ഇയാളെ കുരുക്കാൻ അപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ നിലയ്ക്ക് നടന്നില്ല. കാരണം ഇയാളുടെ ബുദ്ധിപരമായ ഇടപെടലുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട്, പൊതുജനങ്ങളുമായി ബന്ധമുള്ളതുകൊണ്ട്, അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ വർഗീസ് ചോവനറിനെ പോലെയുള്ള ചിലർ ഉണ്ടായതുകൊണ്ട് ഇത് രക്ഷപ്പെട്ടു. ഈ നിലയ്ക്ക് ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഒരു സാധാരണക്കാരനപ്പോൾ എങ്ങനെയായിരിക്കും ഈ പോലീസ് സ്റ്റേഷനിൽ ഇത്തരം സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഇതെന്ത് ശിക്ഷ വിധിക്കാൻ ഒരു പോലീസുകാരനും അധികാരമില്ലല്ലോ. ഒരു പോലീസുകാരനും ഒരു സാഹചര്യത്തിലും ശിക്ഷ വിധിക്കാൻ അധികാരമില്ല. ഇത് ശിക്ഷയാണല്ലോ നടപ്പാക്കുന്നത്. അതായത് ഇയാൾ മദ്യപിച്ചിനി അലമുണ്ടാക്കി എന്ന് തന്നെ ഇരിക്കട്ടെ, പോലീസ് പറയുന്നത് അയാളുടെ പോലീസുകാരൻ്റെ എന്തോ വാച്ച് പൊട്ടിച്ചു എന്നൊക്കെയാണ്. വാച്ച് പൊട്ടിച്ചതിനുള്ള ശിക്ഷയാണ് ഇവർ കൊടുക്കുന്നത്. ഏത് പോലീസ് സ്റ്റേഷനിൽ ഏത് പോലീസുകാരൻ അതിനുള്ള അവകാശമുള്ളത്? അപ്പോൾ ഇതിനകത്ത് സർക്കാരിന് ഒരു തരത്തിലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല.